ആദ്യക്കിന്ന് എന്തിനാ ലീവ് തന്നിരിക്കണേ? മുട്ടയൊക്കെ എടുത്തിട്ട് മുട്ടയൊക്കെ വെച്ചിട്ട് കളർ ചെയ്യണ ദിവസമാണ്. എന്താ ദിവസത്തിന്റെ പേരെന്താ? ഈസ്റ്റർ. അപ്പൊ ഒരു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ. ഹാപ്പി ഈസ്റ്റർ. എസ്ട്രേ എന്ന ദേവതയിൽ നിന്ന് വന്ന വാക്കാണ് അത്ര ഈസ്റ്റർ. എസ്ട്രേ, ഇസ്ട്ര, ഉസ്ട്ര അങ്ങനെ പല പ്രൊനൗൺസിയേഷനും എസ്ട്രേ ദേവതയുടെ പേരിന് ഉണ്ട് കേട്ടോ പല രാജ്യങ്ങളിലും. ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി ആണ് അത്ര എസ്ട്രേ ദേവത. പണ്ട് എല്ലാ വസന്തകാലത്തിന്റെ തുടക്കത്തിലും എസ്ട്ര ദേവതയെ ആരാധിക്കുന്ന ഒരു ഉത്സവം നടത്തിയിട്ടുണ്ടായിരുന്നു അത്രേ. എസ്ട്ര ദേവതയുടെ ചിഹ്നം ഒരു മുയൽക്കുട്ടിയാണ്. അതാണ് നമ്മൾ ഈസ്റ്റർ ബണ്ണീസിന്റെ രൂപത്തിൽ കാണുന്നത്. 40 ദിനരാത്രങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ ഈസ്റ്റർ കാലം. ക്രിസ്മസിന് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഒരു പ്രത്യേക തീയതിയുണ്ട്, അതായത് ഡിസംബർ 25. എന്നാൽ ഈസ്റ്ററിന് അങ്ങനെ ഒരു പ്രത്യേക തീയതി ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. നിസാൻ മാസത്തിലെ 14-നായിരുന്നു അത്രേ ക്രിസ്തുവിന്റെ മരണം. വസന്തകാലത്തിന്റെ തുടക്കമായ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ാണത്രേ നിസാൻ വരുന്നത്. മാർച്ച് 21 ശേഷം വരുന്ന പൂർണ്ണചന്ദ്രനെ കണ്ട ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണെന്ന് നമ്മൾ ഈസ്റ്റർ ആയിട്ട് ആഘോഷിക്കുന്നത്. ക്രൂശിലേറിയതിന്റെ 3-ാം നാൾ യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയിലാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഈസ്റ്ററിന് മുട്ടകൾ പരസ്പരം കൈമാറുന്നതും മുട്ടകൾ അലങ്കരിക്കുന്നതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു കഥ അറിയോ? മുട്ട എന്ന് പറയുന്നത് പുതിയൊരു ജീവന്റെ പ്രതീകമാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെയും പ്രതീകമാണ്. അതുകൊണ്ടാണ് ഇത്രയും മുട്ടേനെ ഈ ഒരു ദിവസം ഉപയോഗിക്കുന്നത്. മാത്രമല്ല നോമ്പുകാലമായതുകൊണ്ട് തന്നെ മാംസാഹാരം നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ മുട്ടകളൊക്കെ ഉപയോഗശൂന്യമായിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് അതൊക്കെ നിറം നൽകി അലങ്കരിക്കാറാണ് പതിവ്. പല രാജ്യങ്ങളിലും പല വിശ്വാസ രീതിയിലാണ് കേട്ടോ ഈസ്റ്റർ ആഘോഷിക്കാറുള്ളത്. പുതുജീവന്റെ പ്രതീകമായ മുട്ടകൾ കൈമാറുന്ന സമയത്ത് നമുക്കും സമൃദ്ധിയും ഐശ്വര്യവും വരും എന്നാണ് അത്ര പലരുടെയും വിശ്വാസം. അമേരിക്കയിലും കാനഡയിലുള്ള പല ആൾക്കാരുടെയും വിശ്വാസം പ്രകാരം ബണ്ണി എന്ന ഈ മുയൽക്കുട്ടന്മാരാണ് അത്ര ഈ മുട്ടകളൊക്കെ ആൾക്കാരിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. പുരാതന കാലത്തെ മെസോപ്പൊട്ടാമിയയിലെ വിശ്വാസികളുടെ ഇടയിലാണ് ഇതൊരു ആചാരമായിട്ട് തുടങ്ങിയതെന്ന് പറയപ്പെടുന്നുണ്ട്. ഈസ്റ്റർ മുട്ടകള് ചായം തേക്കുന്നതിന് ചുവപ്പ് നിറത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യേശുദേവൻ ക്രൂശിലേറിയപ്പോ വാർന്ന് വീണ രക്തത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ ഒരു ചുവപ്പ് നിറം മുട്ടകൾക്ക് നൽകുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അകം പൊള്ളയായ പുറംതോടിൽ മാത്രം ചായം തേച്ച മുട്ടകളും ഈ ദിവസം വിതരണം ചെയ്യാറുണ്ട്. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള യേശുദേവന്റെ ഒഴിഞ്ഞ കല്ലറയാണ് അത്ര അത് സൂചിപ്പിക്കുന്നത്. പണ്ട് കാലത്ത് ഈ മുട്ടത്തോടുകൾക്കൊക്കെ നിറം നൽകിയിരുന്നത് ഉള്ളിത്തോല്, പൂക്കൾ അല്ലെങ്കിൽ ബീട്രൂട്ടിന്റെ നീരിന്നൊക്കെ കിട്ടുന്ന നിറങ്ങളായിരുന്നു അത്ര, പ്രകൃതിദത്തമായ നിറങ്ങളായിരുന്നു ഇതിനൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. കാലം മാറിയതിനനുസരിച്ചിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഈസ്റ്റർ മുട്ടയിലും വന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ആകർഷിക്കുന്ന രീതിയിൽ ചോക്ലേറ്റ് മുട്ടകളും പിന്നെ പല ആകൃതിയിലും നിറങ്ങളും നൽകിയിട്ട് പ്ലാസ്റ്റിക് മുട്ടകളും ഒക്കെ ഇന്ന് നമുക്ക് സുലഭമായിട്ട് ലഭിക്കാറുണ്ട്. വിശ്വാസം ഏത് തന്നെ ആയിക്കോട്ടെ, ഓരോ ആഘോഷത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഒരു വർഷത്തിന്റെ ആഘോഷം കഴിഞ്ഞിട്ട് അടുത്ത വർഷത്തേക്ക് ഈ ഒരു ആഘോഷം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്, അതാണ് ഓരോ മനുഷ്യന്റെയും ജീവിതം അല്ലെ? ഈ ഒരു കാലയളവിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ വന്നു പോകുന്നത്. ഓരോ ആഘോഷവും ഓരോ ഓർമ്മപ്പെടുത്തലാണ് അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ അവസരങ്ങൾ നമ്മൾ സന്തോഷപൂർണ്ണമാക്കുക എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ചെറിയ ആഘോഷമോ വലിയ ആഘോഷമോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ സന്തോഷമായിട്ട് അതിനെയൊക്കെ സ്വീകരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങൾ. ആഘോഷങ്ങളെ ആഘോഷമായി കണ്ട് സന്തോഷിക്കുക എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഹാപ്പി ഈസ്റ്റർ.